നിലമ്പൂരിലെ ഇടതു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടായേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. അതേസമയം നിലമ്പൂരിലെ SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടനുണ്ടായേക്കും. UDF സ്ഥാനാർത്ഥി ക്യാമ്പയിൻ തുടങ്ങിയിട്ടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതാണ് LDFന് മുന്നിലുള്ള വെല്ലുവിളി. എന്നാൽ വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റു മുന്നണികൾ ചേർന്ന് LDFനെതിരെ മഴവിൽ സഖ്യമായി മാറുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDFനെതിരായിട്ടുള്ള പ്രത്യേകിച്ച് CPIM ആണ് ഞങ്ങളുടെ പൊതുശത്രു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന പാർട്ടികളാണ് ഇവരെല്ലാം. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ചേർന്ന് നിന്ന് ഒരു മഴവിൽ സഖ്യം വർഗീയ ശക്തികൾ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI ഉൾപ്പെടെ ചേർന്ന് BJPയുടെ കൂടി പിന്തുണയോടുകൂടി UDF മത്സരിക്കുക. ഇതിനിടെ മണ്ഡലത്തിൽ SDPIയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് സാദിഖിനടുത്തൊടി നാളെ മുതൽ നിലമ്പൂരിൽ പ്രചാരണം തുടങ്ങും. എന്നാൽ NDA സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്. BDJSന് സീറ്റ് നൽകാമെന്നായിരുന്നു ആദ്യത്തെ തീരുമാനമെങ്കിൽ പൊതുസ്വതന്ത്രനെ നിർത്താമെന്ന ആലോചനയും നിലവിലുണ്ട്. വരും ദിവസങ്ങളിൽ LDFും NDAയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയും. റിപ്പോർട്ടർ, മലപ്പുറം.